ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് MA സോഷ്യോളജി ക്ലാസ്സസ് കണ്ടിന്യൂ ആയിരിക്കും. സോ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ സോഷ്യോളജി ആയിരുന്നു. സോ ഇന്ത്യൻ സോഷ്യോളജി എങ്ങനെ ഇവിടെ എമർജ് ചെയ്തു, അതിനുശേഷം അതിന്റെ എവല്യൂഷൻ നമ്മൾ നോക്കുകയായിരുന്നു. 1950s 60s ഡെക്കേഡിൽ നോക്കി, അതുപോലെ 1970s ശേഷമുള്ള മേജർ ട്രെൻഡ്സും നമ്മൾ നോക്കി. അതായത് 1970s നടന്ന മേജർ ട്രെൻഡ്സ്. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 1980s ശേഷമുണ്ടായ ഒരു ഓവറോൾ പിക്ചർ ആണ്. ഇപ്പൊ ഇഗ്നു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ബട്ട് എവല്യൂഷന്റെ ഭാഗമായി നമ്മുടെ ടെസ്റ്റിലുള്ളതുപോലെ തന്നെ 1950s 60s 1970s റിപ്പീറ്റഡ് ആയി ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ നോളജ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു 1980s എന്നുള്ളൊരു ചോദ്യം കൂടി വന്നാൽ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് എന്ന രീതിയിൽ 1980s ശേഷമുണ്ടായ മേജർ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ 1980s 1980ക്ക് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാം നോക്കാം. അപ്പൊ നമുക്ക് ഇതിനു ശേഷമുള്ള മേജർ ഈവന്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം 1990സിലെ എക്കണോമിക് ലിബറലൈസേഷൻ നടന്നല്ലേ. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക് ലിബറലൈസേഷൻ നടന്നു. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കുമ്പം ജസ്റ്റ് നമുക്കൊന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, ആ കാലഘട്ടവും ഈ കാലഘട്ടവും നോക്കുമ്പോൾ അന്നത്തെ കാസ്റ്റ് വിവേചനം, ജാതി വിവേചനം ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും അതിനെപ്പറ്റിയുള്ള സോഷ്യൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാവും. അപ്പൊ ജാതി മാത്രമല്ല, ഇപ്പൊ ലോജിക്കലി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുവാണേ, ആ ഒരു ഫ്രെയിം വർക്കിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ജാതിപരമായ ഒരുപാട് മുന്നേറ്റം നടന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് സബാൾട്ടൺ ഗ്രൂപ്പ്സ്, മറ്റ് മാർജിനൈസ്ഡ് വിമൺ ആകാം, LGBT കമ്മ്യൂണിറ്റി ആകാം, ട്രാൻസ്ജെൻഡേഴ്സ് ആകാം, ഫിസിക്കലി ഡിസേബിൾഡ് ആകാം, അതുപോലെ ട്രൈബ്സ് ആവാം, അതുപോലെയുള്ള മറ്റ് സബാൾട്ടൺ മൂവ്മെന്റ്സും അല്ലെങ്കിൽ സബാൾട്ടൺ സ്റ്റഡീസും ഒക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ വളർന്നു വരില്ല. ഓക്കെ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ പറയാൻ പറ്റുന്നത്, നമുക്കറിയാം പാരിസ്ഥിതിക സംരക്ഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞ രീതിയിൽ ഒക്കെ, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുന്ന, അതായത് എൻവയോൺമെന്റ് ആൻഡ് സോഷ്യോളജി ലിങ്കേജിനെ പറ്റിയൊക്കെ ധാരാളമായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1980s ശേഷമാണ് ആ ട്രെൻഡൊക്കെ കണ്ടു തുടങ്ങി. അപ്പൊ ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അതായത് നിലവിൽ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഓക്കെ, എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് ഉണ്ട്, അപ്പൊ അതിനെ സംബന്ധിച്ച് എൻവയോൺമെന്റ് സോഷ്യോളജി. ഓക്കെ, അതുപോലെ ദളിത് മൂവ്മെന്റ്, സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സബാൾട്ടൻ മൂവ്മെന്റ്സിനെ പറ്റി ചിന്തിക്കാം. അതുപോലെ കാസ്റ്റിന് ഒരുപാട് അയവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സോഷ്യൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പോളിസീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ധാരാളമായി സോഷ്യോളജി പഠനങ്ങൾ വഴി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ആ സ്ട്രക്ചറായിട്ട് ആൻസറിന്റെ സ്ട്രക്ചറിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പം മുമ്പുണ്ടായിരുന്നത് വില്ലേജ് കേന്ദ്രീകരിച്ചുള്ള മൈക്രോ അപ്രോച്ചസ് ആയിരുന്നു, മൈക്രോ സ്റ്റഡീസ് ആയിരുന്നു. മൈക്രോ സ്റ്റഡീസ് അതിൽ നിന്ന് മാറി ഒരു മാക്രോ ലെവൽ അനാലിസിലോട്ട് വന്നു. അതായത് ഒരു വില്ലേജ് അല്ല, നമ്മൾ ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്ട് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നേഷൻ ആസ് എ ഹോൾ, അല്ലെങ്കിൽ ലോകം ആസ് എ ഹോൾ. ആ രീതിയിലൊക്കെ ഉള്ള സ്റ്റഡീസും അനാലിസിസും കൂടി ഇന്ത്യൻ സോഷ്യോളജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി തുടങ്ങി 1980s ശേഷമാണ്. മറ്റേതൊക്കെ ഒരു വില്ലേജിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലുള്ള ഭയങ്കര റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അതിനുപരി ഈ റീജിയണൽ മാത്രമല്ല, ഇതിനെല്ലാം കോമൺ ആയിട്ട് കുറെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നത് 1980s കാലഘട്ടത്തിന് ശേഷമായിരുന്നു. പിന്നെ നമുക്ക് പറയാവുന്ന മേജർ പോയിന്റ് ആണ് എംഫസൈസ്ഡ് ഓൺ സബാൾട്ടൺ ആൻഡ് അതർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൽ കാര്യമായി നമ്മൾ ഫോക്കസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇതിന്റെ ഭാഗമായി എന്ത് വന്നു? എമർജൻസ് ഓഫ് ദളിത് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ ദളിത് മൂവ്മെന്റ്സ് ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ് വന്നു. വന്നെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത്, മുമ്പ് നമ്മൾ ഫോക്കസ് ചെയ്തത് പവർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ നമ്മൾ പല കാര്യങ്ങളിലായിട്ട് ഫോക്കസ് ചെയ്തു. ഇപ്പൊ LGBT കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആസ് എ ഹോൾ ഇവിടെ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം: ഫോക്കസ്ഡ് ഓൺ ഐഡന്റിറ്റി, അല്ലേ?
അതായത് ട്രൈബിന്റെ ഐഡന്റിറ്റി, LGBT കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഒരു വില്ലേജിൽ ഒരാളുടെ ഐഡന്റിറ്റി. അപ്പൊ ആ ഐഡന്റിറ്റി എന്താണ്? നാഷണാലിറ്റി, ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടല്ലോ, അല്ലെങ്കിൽ കേരളീയൻ, മലയാളി എന്ന് പറയുന്ന നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ആ ഐഡന്റിറ്റികളെ പറ്റി കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങി. മാത്രമല്ല കൾച്ചർ, അതിനെ പറ്റിയൊക്കെ നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും മേജർ ഫോക്കസ് കൾച്ചർ തന്നെയായിരുന്നു. അതോടൊപ്പം പൊളിറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് എക്കണോമിക് റിഫോംസ്, പൊളിറ്റിക്കൽ സ്കീംസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു അല്ലേ. അപ്പം അതുണ്ടാക്കിയ വലിയ ചലനങ്ങൾ എന്താണ്, അതുണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ എന്താണെന്ന് അത് പഠിക്കേണ്ട. അപ്പം ഐഡന്റിറ്റി പറ്റി പഠിച്ചു, കൾച്ചറിനെ പറ്റി പഠിച്ചു, പൊളിറ്റിക്സിനെ പറ്റിയും ഈ കാലഘട്ടം കാര്യമായി പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറയാം, എൻവയോൺമെന്റൽ സോഷ്യോളജി, റൈസ് ഇൻ എൻവയോൺമെന്റൽ സോഷ്യോളജി. ഓക്കെ, എൻവയോൺമെന്റൽ സോഷ്യോളജി പിറവിയുണ്ട് ഇന്ത്യയിൽ. പിന്നെ നമുക്ക് പറയാം തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ഓറിയന്റേഷൻസ്. ഓക്കെ, നമ്മുടെ നേരത്തെ പറയാറുള്ള മെത്തഡോളജീസ് ഒക്കെ ഉണ്ടല്ലോ, വില്ലേജ് സ്റ്റഡീസ്, ഫീൽഡ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായി ഡൈവേഴ്സിഫൈ ചെയ്തു. ഓക്കെ, അത് പലയിടങ്ങളിലോട്ട് എത്തി, പല കുഞ്ഞു യൂണിവേഴ്സിറ്റിയിലോട്ടും എത്തി. അതിൽ തന്നെ പല ഡൈവേഴ്സിറ്റി, അതായത് ഇപ്പൊ വില്ലേജ് സ്റ്റഡീസും ഫീൽഡ് സ്റ്റഡീസും അത് നമ്മൾ 1970s ട്രെൻഡ് നോക്കിയപ്പോൾ മനസ്സിലായി ഒന്നിച്ച്, അതായത് ഫീൽഡ് വർക്കിൽ തന്നെ ഇന്റർവ്യൂവും സർവേസും ഒക്കെ ലിങ്ക് ചെയ്ത് അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്തുള്ള അപ്രോച്ചസ് നമ്മൾ തുടങ്ങിയായിരുന്നു. അതെല്ലാം ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാം 1980s ശേഷം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ഓറിയന്റേഷൻസ്. തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ഓറിയന്റേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ കാലഘട്ടം കൂടുതൽ ക്രിട്ടിക്കൽ ആയിരുന്നു. ലൈക്ക് ക്രിറ്റിസിസം, ലൈക്ക് മോർ ക്രിറ്റിസിസം ബേസ്ഡ് ആയിരുന്നു. അതായത് മുമ്പുണ്ടായിരുന്ന ഫങ്ഷണൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ഉള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മാർക്സിസം, അതായത് മാർക്സിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കുറെ പോരായ്മകൾ ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു വെച്ചു. അപ്പൊ പുതിയ മാർക്സിസം വന്നു, അതാണ് നിയോ മാർക്സിസം അല്ലേ. അതുപോലുള്ള അപ്രോച്ചസ് ഒക്കെ കൂടുതലായിട്ട് ഇവിടെ വന്നു. അതായത് ഇപ്പൊ മാർക്സിസം എന്ന് പറയുമ്പം ഒരു കാര്യം, കാസ്റ്റിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ഓക്കെ, പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. കാസ്റ്റിന് ഒരു ഗുണവുമില്ല, കാസ്റ്റ് സിസ്റ്റം കാരണം ഇവിടെ ദോഷമേ ഉള്ളൂ, അത് ക്ലാസ് പൊളിറ്റിക്സ് ആണ്, അത് കാരണം എക്സ്പ്ലോയിറ്റേഷൻ മാത്രമേ ഉള്ളൂ എന്ന് മാർക്സിസ്റ്റ് പറഞ്ഞു വെക്കുമ്പോൾ നമുക്കറിയാം ഫങ്ഷണൽ സ്കൂളുകാരെന്തായി ഇതിനെ എതിർക്കും. ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം പറയുന്നവർ ഇതിനെ എതിർക്കും. അങ്ങനല്ല, ഇതിന് ഗുണം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ പറയും. സ്ട്രക്ചറൽ ഫങ്ഷണലിസം അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റുകാർ ഗുണങ്ങളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയും. അപ്പൊ നിയോ മാർക്സിസം എന്ത് ചെയ്യും, അവര് ഈ രണ്ട് പോയിന്റ്സും എടുക്കും. ഓക്കെ, എന്നിട്ട് പറയും കൂടുതലും ദോഷമാണ്, എക്സ്പ്ലോയിറ്റേഷൻ ആണ്, എന്നാൽ അതിന്റെ ഭാഗമായി ചെറിയ ഗുണങ്ങൾ ചില ചെറിയ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ സെക്ഷൻസിനെങ്കിലും ചെറിയ ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് കാണിക്കും. അതായത് നിയോ മാർക്സിസം, നിയോ ലിബറൽസും ഒക്കെ വരുമ്പം മുമ്പുണ്ടായിരുന്ന ഐഡിയോളജിയിൽ നിന്ന് കുറച്ചും കൂടി ലിബറലൈസ്ഡ് ആയി, അതിന്റെ ക്രിറ്റിസിസം ഒക്കെ അവർ ഏറ്റെടുത്ത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ നിയോ മാർക്സിസം, നിയോ ഫങ്ഷണൽസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണൽസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സ്കൂൾസ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് പേപ്പറിലാണ് കവർ ആവുന്നത് അതിനെപ്പറ്റി കൂടുതൽ. അപ്പൊ ഇതൊന്ന് അറിയുക. അല്ലാതെ നമുക്ക് പറയാം ഇറ്റ് വാസ്, ഈ യുഗം 1980s സോഷ്യോളജിക്ക് ഉണ്ടായ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സോ ക്രിട്ടിക്കൽ ഓർ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതി, ക്രിട്ടിക്കൽ ആയിരുന്നു, ഇൻക്ലൂസീവ് ആയിരുന്നു, ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. അതായത് അത് കൂടുതലായി സോഷ്യോളജി തന്നെ, സോഷ്യോളജിയുടെ മെത്തേഡ്സ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന സർവേസ് അതിനെപ്പറ്റിയുള്ള, ഓക്കെ, ബേസിക്കലി മെത്തഡോളജീസിനെ പറ്റി കൂടുതലായി അവർ തന്നെ റിസർച്ച് നടത്തി മോഡിഫൈ ചെയ്ത് ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ. അപ്പൊ നമ്മളെ പറ്റി സെൽഫ് റിഫ്ലക്ട് ചെയ്യുന്ന വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ നമ്മൾ എന്ത് ബേസിസിൽ ഒരു ഡിസിഷൻ എടുത്തെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ വീണ്ടും മാറി മാറി ചിന്തിച്ച് നമ്മുടെ ആക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ ഒരു സാധനം, അതേപോലെ ഒരു എഫക്റ്റ് സോഷ്യോളജിസ്റ്റ് ഈ കാലഘട്ടത്തിൽ സോഷ്യോളജി ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് പറയണം, വീണ്ടും ഈ ഒരു യുഗം
കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് എന്തിലായിരുന്നു? ഐഡന്റിറ്റി, കൾച്ചർ, പൊളിറ്റിക്സ് ഓർ സോഷ്യൽ ചേഞ്ച്. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ അധികം തിങ്കേഴ്സിനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു പോകും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട് കാസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്, സബാൾട്ടൺ ആൾക്കാർ, സബാൾട്ടൺ മാർജിനൈസ്ഡ് ഗ്രൂപ്പിന് ഭയങ്കരമായിട്ട് വോയിസ് കിട്ടി. അപ്പൊ അവരെ പറ്റിയുള്ള സ്റ്റഡീസ് നടന്നു. പുതിയതായിട്ടൊരു സംഭവം വന്നു, എൻവയോൺമെന്റ് സോഷ്യോളജി, അത് വന്നു. പിന്നെ നമുക്ക് പറയാം വില്ലേജ് ബേസ്ഡ് മൈക്രോ സ്റ്റഡീസ് നിന്ന് മാറി മാക്രോ ലെവൽ സ്റ്റഡീസും അനാലിസിസും വന്നു. ഓക്കെ, ബാക്കിയെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞോളൂ. മെയിൻ ആയിട്ട് പഠിച്ചത് ഐഡന്റിറ്റി, കൾച്ചർ, പൊളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച്. നമുക്കിനി സമയം കളയാതെ ആൻസറിലോട്ട്. 1970s നമ്മൾ ഇന്നലെ നോക്കിയതാണ്. 90s 80s മേജർ ട്രെൻഡ്. ആൻസർ വായിക്കാം. The period after 1980s marked a major transformation in the nature, scope and orientation of sociological research in India. Earlier Indian sociology was largely dominated by village studies, caste analysis, structural functions approach, influenced by Louis Dumont, M. N. Srinivasan, Bettele. അതുപോലുള്ള ആൾക്കാരായിരുന്നു അന്ന് ഡോമിനേറ്റ് ചെയ്തത്. അന്നുണ്ടായിരുന്ന പെർസ്പെക്റ്റീവ്സ് ആണ് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം. അതുപോലെ മെയിൻ ഫോക്കസ് ചെയ്തത് വില്ലേജ് സ്റ്റഡീസും കാസ്റ്റ് അനാലിസിസും ആണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്. എന്നാൽ 1980 ശേഷം ഇറ്റ് വിറ്റ്നസ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ്. അല്ലെ, രാജ്യത്ത് ഒരുപാട് എക്കണോമിക് ചേഞ്ചസ് വന്നു, പൊളിറ്റിക്കൽ വന്നു, സോഷ്യൽ വന്നു. ഇതെല്ലാം ഇന്റർ കണക്ട് ആണല്ലോ. അപ്പോൾ എക്കണോമിക്കൽ വന്ന ഒബ്വിയസ്ലി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് വരും. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വന്നു, പുതിയ തരം സോഷ്യൽ മൂവ്മെന്റ്. എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യത്തേ ഉള്ളൂ. എക്കണോമിക് ലിബറലൈസേഷൻ വന്നു, വിച്ച് റീഷേപ്പ് ദ ഫോക്കസ് ആൻഡ് മെത്തോളജി ഓഫ് സോഷ്യോളജിക്കൽ ഇൻക്വയറി. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് നമ്മുടെ സോഷ്യോളജി നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാം പ്രതിഫലിച്ചു. ഇന്ത്യൻ സോഷ്യോളജി began to move away from its earlier preoccupation with rural structures and consensus-based models and instead adopted a more critical, interdisciplinary, reflexive approach. ഒരു ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് ഒക്കെ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മെയിനായിട്ട് എന്ത് ചെയ്തു? ഐഡന്റിറ്റി, ഇൻഇക്വാലിറ്റി, ചേഞ്ച്, കൾച്ചർ എന്നൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. കൾച്ചർ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, കൾച്ചർ ഐഡന്റിറ്റി വരും എന്നാലും. ഓക്കെ, one of the most visible trends during the period was a shift from village-based micro studies to macro level analysis. Village-based micro studies in the macro level analysis നമ്മൾ വന്നു. Earlier sociologists often viewed the village as the basic unit of Indian society. ഓക്കെ, അപ്പം ഗാന്ധിയുടെ ഒക്കെ ഒരു ഐഡിയോളജി ആണിത്. അതായത് വില്ലേജിന് ഇന്ത്യയുടെ ബേസിക് യൂണിറ്റ് ആയിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി ഇല്ലേ, ഹ്യൂമൻ ബോഡിയിലെ ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തുവാ? കോശങ്ങളെയാണ്, അല്ലേ? സെൽസ്. കുറെ സെൽസ് കൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീസ് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ ആയിട്ട് പറഞ്ഞ എന്താണ്? വില്ലേജ് ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വില്ലേജസിനെ പറ്റി പഠിക്കണമെന്നാണ് ഏർലിയർ സോഷ്യോളജിസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 1980 റിസർച്ച് എന്ത് ചെയ്തു? ഈ ഒരു ഫ്രെയിംവർക്കിനെ ചോദ്യം ചെയ്തു തുടങ്ങുകയും അർബനൈസേഷൻ, മൈഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ റൂറൽ അർബൻ ഡിവൈഡിനെ ബ്ലർ ചെയ്തെന്ന് പറഞ്ഞു തുടങ്ങി. ഓക്കെ, അതായത് ഇപ്പൊ വില്ലേജും റൂറൽ ഏരിയയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല, മുമ്പുണ്ടായിരുന്ന കണക്ക് വലിയ വ്യത്യാസങ്ങളില്ല, അല്ലേ? ഇപ്പൊ ഗ്ലോബലൈസേഷൻ, ഇപ്പൊ ഫോൺ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ പലയിടത്തും കൾച്ചറൽ ആൾമോസ്റ്റ് സിമിലാരിറ്റീസ് കാണും. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഓക്കെ പറയാം. പക്ഷേ റൂറൽ അർബൻ ഡിവൈഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വന്നു. അതുപോലെയൊക്കെ വന്നതിന് ശേഷം ഈ റൂറൽ അർബൻ, അല്ലെ, വില്ലേജ് ഏരിയ സിറ്റി ഡിവൈഡ് ഭയങ്കരമായിട്ട് കൾച്ചറലി അല്ലെങ്കിൽ സോഷ്യോളജിക്കലി നമ്മൾ ചിന്തിക്കാൻ കുറഞ്ഞു. ഇപ്പൊ ഡെവലപ്മെന്റ് ഓക്കെ, കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം അവിടെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ഡിവൈഡ് ഭയങ്കരമായിട്ട് നമുക്ക് കുറഞ്ഞു വന്നെന്ന് പറയാം. ദ സ്റ്റഡി ഓഫ് സിറ്റീസ്, സ്ലംസ്. ഓക്കെ, സ്ലംസ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് സോഷ്യോളജി. നമ്മൾ പറ്റാവുന്നിടത്തെല്ലാം ആൻസറിൽ കൊണ്ടുവരണം. ലേബർ മാർക്കറ്റ്, ട്രാൻസ്നാഷണൽ മൈഗ്രേഷൻ, ഓക്കെ, മറ്റ് രാജ്യങ്ങളിലോട്ടുള്ള മൈഗ്രേഷൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇങ്ങോട്ടുള്ള മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു സോഷ്യോളജി. Researchers examine how process of industrialization and neoliberal economic reform were transforming class relations, patterns of consumption, forms of work. അതായത് ഇൻഡസ്ട്രിയേഷനും പുതിയ എക്കണോമിക് റിഫോംസും ഒക്കെ എങ്ങനെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് റിലേഷൻസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ അഫക്ട് ചെയ്തു,
അതുപോലെ പാറ്റേൺസ് ഓഫ് കൺസപ്ഷൻ, ജസ്റ്റ് നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത്, ആസ് നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നതായാലും ശരി, ഫുഡ് എങ്ങനെയായാലും ആ രീതിയിൽ കൺസപ്ഷൻ, നമ്മൾ എന്തൊക്കെ കൺസ്യൂം ചെയ്യുന്നുള്ളത്. ആൻഡ് ഫോംസ് ഓഫ് വർക്ക്, എന്ത് തരം ജോലി ചെയ്യുന്നുള്ളതിനെ പറ്റിയൊക്കെ ഇൻഡസ്ട്രിയലൈസേഷനും പുതിയ എക്കണോമിക് റിഫോംസും വരുത്തിയ സ്വാധീനത്തെ പറ്റി ഇവർ പഠിച്ചു. Liberalization of the Indian economy in 1990s created new research areas focusing on informal sector, service economy, middle class expansion, global cultural flows. ഈ ഏരിയാസിലൊക്കെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറയാം. അനദർ മേജർ ട്രെൻഡ് എന്ന് വെച്ചാൽ എംഫസിസ് ഓൺ മാർജിനൈസ്ഡ് ആൻഡ് സബാൾട്ടൺ ഗ്രൂപ്പ്സ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ്സ് ആയിരുന്നു. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദളിത് മൂവ്മെന്റ്, വുമൻ മൂവ്മെന്റ്, ആദിവാസി സ്ട്രഗിൾ, സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് പറയാം. ഓക്കെ, ടേൺ ദെയർ അറ്റൻഷൻ ടു ക്വസ്റ്റ്യൻ ഓഫ് എക്സ്ക്ലൂഷൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഇതിനെപ്പറ്റി നമ്മൾ കാര്യമായി ചോദ്യം ചെയ്ത് തുടങ്ങി, സോഷ്യോളജിസ്റ്റ് ചോദ്യം ചെയ്ത് തുടങ്ങുന്നു. ലൈക്ക് അതൊക്കെ നേരത്തെ തുടങ്ങി, ബട്ട് സബാൾട്ടൺ ഗ്രൂപ്പ്സിന് കുറച്ചും കൂടി അംഗീകാരം കിട്ടുകയും അവരെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പഠിക്കാതിരുന്ന ജനസമൂഹങ്ങളെ പറ്റി പഠിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് പഠിച്ചു തുടങ്ങുന്നു. പോകെ പോകെ എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു നൂറ്റാണ്ടിൽ നിന്ന് മറ്റൊരു നൂറ്റാണ്ടിൽ, ഒരു ഡെക്കേഡ്, ഒരു യുഗമാണോ ഡെക്കേഡ്, ഓക്കെ, ഒരു ഡെക്കേഡിൽ നിന്ന് മറ്റൊരു ഡെക്കേഡിലോട്ട് പോകുമ്പോൾ പ്രാധാന്യം കൊടുത്തത് കൂടി കൂടി വന്നു നമുക്ക് പറയാം. ഓക്കെ, സ്റ്റഡീസ് ഓൺ കാസ്റ്റ് മൂവ്ഡ് ഫ്രം വ്യൂയിങ് it as a traditional social structure to understanding it as a system of power and identity that persisted in modern institutions such as politics, education and markets. ഓക്കെ, അതായത് കാസ്റ്റിനെ പറ്റിയുള്ള പഠനം അത് പഴയ ഒരു ട്രഡീഷണൽ സോഷ്യൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു വെക്കാതെ എന്തു പറ്റി, പൊളിറ്റിക്സിലോട്ടും എഡ്യൂക്കേഷനിലോട്ടും മാർക്കറ്റ്സും എല്ലാമായിട്ടും, അതായത് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം, അല്ലെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് വരുന്ന സ്കൂൾസ്, ഇതൊന്നും പണ്ടില്ലായിരുന്നു, കാസ്റ്റ് തുടങ്ങിയ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എങ്ങനെ കാസ്റ്റ് സിസ്റ്റം ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പഠനങ്ങൾ ആ സമയത്ത് നടന്നു. The emergence of Dalit and subaltern studies challenged the upper caste and elite biases of earlier sociology, emphasizing the voices and experience of those historically marginalized. അല്ലേ, ദളിത് ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ് എന്ത് പറ്റി, നേരത്തെയുള്ള എലൈറ്റ് ബയാസസ് ഉണ്ടായിരുന്നു അല്ലെ, ടെക്സ്റ്റൽ അനാലിസിസ് ഭാഗമായിട്ടൊക്കെ വന്ന കുറെ എലൈറ്റ് ബയാസസ് പിന്നീടും കാലഘട്ടങ്ങളോളം തുടർന്നു. അപ്പൊ അതിനൊക്കെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുകയും അതൊക്കെ മാറ്റുകയും ചെയ്തു. Similarly, gender studies emerge as a significant field within sociology. Gender studies അത് റീസെന്റ് സംഭവമാണ്, അത് ഭയങ്കരമായിട്ട് പഠിച്ചു തുടങ്ങി. അതിന് മെയിൻ റീസൺ LGBTQIA+ കമ്മ്യൂണിറ്റിയുടെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഗ്ലോബൽ ട്രെൻഡ് ആയിരുന്നു ജെൻഡർ സ്റ്റഡീസിനെ പറ്റി സോഷ്യോളജി വന്നത്. അത് ഇന്ത്യയിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി. സിഗ്നിഫിക്കന്റ് ഫീൽഡ് വിത്തിൻ സോഷ്യോളജി with feminist scholars analyzing patriarchy, unpaid labor, domestic violence and women's participation in movements and employment. അപ്പോൾ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് എന്ത് ചെയ്തു, അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ അല്ലെങ്കിൽ അൺപെയ്ഡ് ലേബർ, ജെൻഡർ പേ ഗ്യാപ്പ്, ഡൊമസ്റ്റിക് വയലൻസ്, പാട്രിയാർക്കി സിസ്റ്റം, അതിനെപ്പറ്റിയൊക്കെ കൂടുതലായി ചോദ്യം ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തു. This shift reflected not only changing social realities but also the influence of global feminist theory and activism in India. ഓക്കെ, സോ ഇതെല്ലാം ആക്ച്വലി ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ്. സോ ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 പോയിന്റ്സിലും മേജർ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ഓൺ ഐഡന്റിറ്റി, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്, അതായത് എത്തനിസിറ്റി, ആ വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, എത്തനിസിറ്റി. ഓക്കെ, റീജിയണലിസം, കമ്മ്യൂണലിസം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് വാക്സ് ആണ്, കീവേഡ്സ് ആണ് ഉപയോഗിക്കണം. റിലീജിയസ് റിവൈവലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ. ഓക്കെ, കാരണം എന്താണ്, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കാര്യമായിട്ട് നടക്കുന്ന കാലഘട്ടമായിരുന്നു. അതുപോലെ ഹിന്ദു നാഷണലിസം, അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ. Sadly, it was the rise of Hindu nationalism. Yeah. Sociologists explored how cultural symbols, media, narratives were being used to shape collective identities. Parallelly, there was a rise in environmental sociology. Environmental sociology വളർന്നു വന്നു, which addressed issues like displacement. ഓക്കെ, എൻവയോൺമെന്റൽ സോഷ്യോളജി എന്തായിരിക്കും പഠിച്ചത്, ഡാം കെട്ടുന്നു, അപ്പൊ അത് കാരണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അത് കാരണം എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടായി അല്ലെ, കുറെ ഏരിയ മുങ്ങിപ്പോയി അല്ലേ, അടുത്ത ജീവജാലങ്ങൾ, ചെടികൾ, ബയോഡൈവേഴ്സിറ്റി, അവിടെ ജീവിച്ചിരുന്ന ട്രൈബ്സ്, ഓക്കെ, അവരെയൊക്കെ എവിടെ പോകും, അവരെല്ലാം ഡിസ്പ്ലേസ് ചെയ്തു. അപ്പൊ മാത്രമല്ല എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ സംഭവിച്ചു. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മാത്രം മതിയോ, പൊല്യൂഷൻ, കൽക്കരിയൊക്കെ ഖനനം ചെയ്ത് കത്തിച്ചാൽ മതിയോ, നമുക്ക് സോളാർ, വിൻഡ് എനർജി, തെർമൽ എനർജീസിലോട്ടൊക്കെ, തെർമൽ വേണ്ട, വിൻഡ് എനർജീസ്, സോളാർ എനർജീസിലോട്ടൊക്കെ നമ്മൾ മാറണ്ടേ.
ഓക്കെ, particularly in response to large scale development projects. ഇനി ഇവിടുത്തെ തിയററ്റിക്കൽ ആൻഡ് മെത്തോഡോളജിക്കൽ ഓറിയന്റേഷൻ നോക്കുമ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്തെന്ന് പറയാം. ഏർലിയർ ഡോമിനൻസ് ഓഫ് സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം, പോസിറ്റിവിസം മാറി ഇന്റർപ്രറ്റേറ്റീവ്, മാർക്സിസ്റ്റ്, പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് കൊളോണിയൽ ഫ്രെയിംവർക്സിലോട്ട് നമ്മൾ കാര്യമായി ശ്രദ്ധ തിരിച്ചു. Many scholars began integrating perspectives from anthropology, political science, cultural studies, economics. അതായത് നമ്മൾ മറ്റ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മതി ഇവിടെ. എന്നിട്ട് നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പൊളിറ്റിക്സ്, ആന്ത്രോപോളജി കാര്യങ്ങളൊക്കെ ഇന്റർ ഡിസിപ്ലിനറി NARY approach. APPRCH. There was a methodological shift towards qualitative approaches. അതായത് എത്നോഗ്രാഫി, ലൈഫ് ഹിസ്റ്ററി, ഡിസ്കോഴ്സ് അനാലിസിസ്, അങ്ങനെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ മതി. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു കൂടുതലും, സർവേസ് ഡേറ്റാസ് ഒക്കെ മാറി നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസ് കൊടുത്തുള്ള കുറച്ച് റിസർച്ചേഴ്സിലോട്ട് നമ്മൾ ഫോക്കസ് തിരിച്ചു. ഉദാഹരണം എത്നോഗ്രഫി. This interdisciplinary enrich sociological understanding by situating Indian experience with local and global context. In essence, conclusion post 1980s, Indian sociology became more critical, inclusive, and self-reflective. It moved from describing social structure to interrogating power, identity, social change, and political change. The discipline began engaging with contemporary realities like urbanization. Contemporary realities. Okay, keyword. Contemporary reality like urbanization, globalization, gender inequality, cultural politics, identity politics. Okay, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. While questioning and earlier assumptions of neutrality and objectivity. Okay. This period thus marks the coming of age of Indian sociology as a discipline that not only studied society but also engaged with it as an agent of reflection and transformation. Okay, ജസ്റ്റ് പഠിക്കുക മാത്രമല്ല, ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ ഒരു സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ കാര്യമായി സഹായിച്ചു ഈ ഒരു 1980s ശേഷമുള്ള പഠനം. അപ്പം മേജറായിട്ട് കണ്ടംപററി റിയാലിറ്റീസ്, അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ജെൻഡർ ഇൻഇക്വാലിറ്റി, കൾച്ചറൽ പൊളിറ്റിക്സ്, ജെൻഡർ പൊളിറ്റിക്സ് ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഓക്കെ, അതൊക്കെ പറയാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ എവല്യൂഷൻ ഓഫ് സോഷ്യോളജി പഠിച്ചു. ഇതൊരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് ചെയ്ത്. സോ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. ഇത് ഇങ്ങനൊരു ചോദ്യം വന്നാലും എഴുതാനുള്ള രീതി നമുക്ക് മനസ്സിലാക്കി വെക്കണം, സോഷ്യോളജിയിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ. സോ ദാറ്റ്സ് ഓൾ. ഹോപ്പ് യു എൻജോയ്ഡ് അവർ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ക്ലാസ്സസ് കൂടി കാണുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.